അതുകൊണ്ടാണ് നമ്മൾ മാതാവിന് ഉന്നതമായ സ്ഥാനം കൊടുക്കുന്നത്. വിശുദ്ധന്മാരിൽ ഏറ്റവും മുൻനിരയിൽ അതുകൊണ്ട് തന്നെ മാതാവിനെ നമ്മൾ നിർത്തുന്നു. മാതാവ് കഴിഞ്ഞേ ഉള്ളൂ ഏത് വിശുദ്ധന്മാരെയും നമ്മൾ ഓർക്കുന്നത്. ഒരു പള്ളി കൂദാശ ചെയ്താലും മാതാവിൻ്റെ നാമത്തിലാണല്ലോ എൻ്റെ ത്രോണോസുകളൊക്കെ കൂദാശ ചെയ്യുന്നത്. അതിനുശേഷമാണ് വിശുദ്ധന്മാരുടെ. അപ്പം അതുകൊണ്ട് മാതാവ് നമ്മുടെ ഓർത്തഡോക്സ് സഭയുടെ, പ്രത്യേകിച്ച് ഓർത്തഡോക്സ് കാത്തലിക് വിശ്വാസങ്ങളിൽ മാതാവിന് പ്രഥമ സ്ഥാനം നമ്മൾ വിശുദ്ധന്മാരുടെ നേരിൽ കൊടുക്കുമ്പോൾ, ചില പ്രൊട്ടസ്റ്റന്റ് സഭകളിൽ, ചില സഭകളിൽ മാതാവിന് ഉന്നതമായ സ്ഥാനം കൊടുക്കുന്നില്ല. എന്തുകൊണ്ടാണ് വിശുദ്ധ ദൈവമാതാവിന് ഉന്നതമായ സ്ഥാനം കൊടുക്കുന്നത്? എന്തുകൊണ്ടാണ് ദൈവം വിശുദ്ധ കന്യാമറിയത്തെ തെരഞ്ഞെടുത്തത്? ബഹുമാനപ്പെട്ട ജോൺ വർഗീസ് അച്ഛൻ നൽകിയ സന്ദേശം തുടർന്ന് ശ്രവിക്കുക. ത്രിയേക ദൈവത്തിൻ്റെ ഒരു തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, കന്യകമറിയാമിനെ കുറിച്ച് നമുക്കൊക്കെ അറിയാമെങ്കിലും സ്വല്പം കൂടി ഗഹനമായിട്ടൊന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിൽ പല വിശ്വാസങ്ങൾ, പല പാരമ്പര്യങ്ങൾ ദൈവമാതാവിനെക്കുറിച്ച് ഉള്ളപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസം അത് വേദപുസ്തക അടിസ്ഥാനത്തിൽ എന്ത് എന്നതിനെക്കുറിച്ച് അല്പം ഒരു ഇൻട്രൊഡക്ഷൻ പോലെയെങ്കിലും ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും എന്നീ സമയത്ത് ചിന്തിച്ചുകൊണ്ടാണ് വിശുദ്ധ ദൈവമാതാവിനെക്കുറിച്ച് പഠിക്കുവാൻ തക്കതിൻവണ്ണം ഈ സമയത്ത് ഓർക്കുന്നത്. പരിശുദ്ധ ദൈവമാതാവിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഓർത്തഡോക്സ് സഭയുടെ ആരാധനകളിലും വിശ്വാസത്തിലും ഒഴിച്ചുകൂടുവാൻ പാടില്ലാത്ത ഒരു വിശുദ്ധയാകുന്നുവല്ലോ ദൈവമാതാവ്. നമ്മളിന്ന് ബുധനാഴ്ച ദിവസം തന്നെ ദൈവമാതാവിന് വേണ്ടി പ്രത്യേകമായിട്ട് വേർതിരിച്ചിരിക്കുന്ന ഒരു ദിവസമാണ്. ഈ ധ്യാനത്തിന് ശേഷം പ്രത്യേകമായ മാതാവിൻ്റെ നാമത്തിലുള്ള മധ്യസ്ഥ പ്രാർത്ഥനകളുമുണ്ട്. നമ്മുടെ ആരാധനാക്രമത്തിൽ ഓരോ ദിവസത്തെ ആരാധനകളും, പ്രത്യേകിച്ച് ശീമാ നമസ്കാരങ്ങൾ, ഇതുപോലെ ഓരോ വിഷയങ്ങൾ സംബന്ധിച്ചിട്ടുള്ളതാണ്. ഇന്നത്തെ വിഷയം ദൈവമാതാവിനെക്കുറിച്ചുള്ള ധ്യാനമാണ്. അപ്പോൾ നമ്മുടെ ആരാധനയിൽ ദൈവമാതാവിനെ ഒഴിച്ച് നമുക്ക് ആരാധിക്കുവാനായിട്ട് പറ്റുകയില്ല എന്നത് വലിയൊരു സത്യമാണ്. ഇപ്പോൾ തന്നെ നമ്മളൊരു രണ്ട് കൗമ നമസ്കരിച്ചപ്പോഴും ദൈവമാതാവിനെ ഓർത്തുകൊണ്ടാണ് നമ്മൾ കൗമായിൽ പ്രവേശിച്ചത്. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഏത് പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചാലും ദൈവമാതാവിനെ ആകുന്നു ആദ്യം നമ്മൾ ഓർക്കുന്നത്. വിശുദ്ധന്മാരുടെ നിരയിൽ ആദ്യം നമ്മൾ ഓർക്കുന്നത് ദൈവമാതാവിനെ ആയിരിക്കും. അല്ലാതെ നമുക്ക് ആരാധന മുന്നോട്ട് കൊണ്ടുപോകുവാൻ പറ്റുകയില്ല. അങ്ങനെയാണ് പിതാക്കന്മാർ നമ്മുടെ ആരാധനകൾ ക്രമീകരിച്ചിരിക്കുന്നതും. വിശുദ്ധ നമ്മുടെ നമസ്കാരക്രമങ്ങൾ പരിശോധിച്ചാൽ തന്നെ പാട്ടുകൾ പാടുമ്പോൾ തന്നെ ആദ്യം നമ്മൾ ഓർക്കുന്നത് നാഥനെ. സന്ധ്യ നമസ്കാരത്തിൽ നമുക്കറിയാം, നാഥനെ വാഴ്ത്തുവിൻ ഉത്തമരെ, പരിമളധൂപയുധം ദൈവത്തിൻ ജനനി കന്യകമറിയാമിൻ ഓർമ്മ ഭവിക്കട്ടെ. അത് പാടിയാണ് എല്ലാ പാട്ടുകളും ആരംഭിക്കുന്നത്. അതുകൊണ്ട് ദൈവമാതാവിനെ കുറിച്ചായിരിക്കും. നമ്മുടെ ഓർത്തഡോക്സ് സഭകളുടെ ആരാധനകൾ, വിശുദ്ധ കുർബാനയായാലും ശീമ നമസ്കാരങ്ങളായാലും അവിടെയൊക്കെ നമ്മൾ പരിശോധിച്ചാൽ ദൈവമാതാവിനെ ഓർക്കാതെ നമുക്കൊരു പാട്ടും പാടാനൊക്കുകയില്ല. അതിനുശേഷം വാനിലും മൂഴിയിൽ ഏതനിലും ഹാലേലിയ എന്ന് പറയുമ്പോൾ അവിടെയും ദൈവമാതാവിനെ അവിടെ ഓർക്കുന്നു. ആ പാട്ടുകൾ കഴിഞ്ഞതിന് ശേഷം ഏവെങ്കിലും വായനകളുണ്ട്. അവിടെയും നമ്മൾ ദൈവമാതാവിനെ ഓർക്കുന്നു. ഏവെങ്കിലും വായിച്ചാലും അവിടെയും ദൈവമാതാവിനെ നമ്മൾ ഓർക്കണം. അവിടെ വിശുദ്ധ കന്യാമറിയാമിനെക്കുറിച്ച് പ്രത്യേകിച്ച് പട്ടക്കാരൻ സമാധാനം അരുളിക്കൊണ്ട് വേദപുസ്തക വായനയുടെ മുഖവരിയായി 2-3 കാര്യങ്ങൾ പറയുമ്പോൾ അവിടെയും ദൈവമാതാവിനെ ഓർക്കാതെ ഒക്കുകയില്ല. അതിനുശേഷം യാക്കോബിൻ്റെ ബോവൂസ വരുമ്പോൾ മാതൃവിശുദ്ധ സ്മൃതി സംബന്ധം, അവിടെയും ദൈവമാതാവിനെ നമ്മൾ ഓർക്കും. ചുരുക്കത്തിൽ വിശുദ്ധ കുർബാനയിലേക്ക് പ്രഭാത നമസ്കാരവും രാത്രി നമസ്കാരവും എല്ലാ യാമപ്രാർത്ഥനകളും അങ്ങനെ തന്നെയാണ്. വിശുദ്ധ കുർബാന തുടങ്ങുമ്പോഴും നമ്മൾ മാതാവിനെ ഓർത്തുകൊണ്ടാണ്. വിശുദ്ധ ദൈവമാതാവും നിന്നെ മാമോദീസ മുഖി യോഹന്നാനും എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അവിടെയും മാതാവിനെ ഓർത്തുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ കുർബാനയിലേക്ക് തന്നെ പ്രവേശിക്കുന്നത്. മദ്ബഹ തുറക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ്. പിന്നീട് അങ്ങോട്ട് നോക്കുമ്പോൾ എല്ലാം മാതാവിന് മുഖ്യ സ്ഥാനം കൊടുത്തുകൊണ്ട് കുക്കുലിയോനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴും അവിടെയും ആദ്യം നമ്മൾ ആരെ ഓർക്കുന്നു? മാതാവിനെ ഓർക്കുന്നു. ഇന്നാൾ സ്തുതിയോട് രാജമകൾ നിൻ വലമാം രാജഭാമിനിയും 45-ാം സങ്കീർത്തനമാണ് അവിടെ പാടുന്നതെങ്കിലും
മാതാവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പാട്ടാണ് കുക്കുലിയോനിലൂടെ പാടുന്നത്. ഭക്തർ പുകഴ്ച ഭാജനമേ, അതുപോലെ തന്നെ മറിയാമിൻ്റെ ഓർമ്മ. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ആ കുക്കുലിയോൻ മുഴുവനും നിർത്തിയിടരുതേ മാതാവേ മുഴുവനും അതുതന്നെയാണ്. മന്നമകൾക്കായി ശ്ലോമോ. അങ്ങനെ നോക്കുമ്പോൾ കുർബാന അവസാനിക്കുമ്പോഴും മാതാവിനെ ഓർത്തുകൊണ്ടാണ്. മാതാവ് യാചിക്കും. കുർബാന പടിഞ്ഞാട്ടെടുക്കുമ്പോഴും നമ്മൾ മാതാവിനെ ഓർക്കും. എപ്പോഴും ചെയ്താലും, ഏത് പാട്ടുകൾ പാടിയാലും, ഏത് പ്രാർത്ഥന പ്രാർത്ഥിച്ചാലും മാതാവിന് പ്രഥമ സ്ഥാനം നമ്മൾ കൊടുക്കുന്നു. എന്തിന് അങ്ങനെ കൊടുക്കുന്നു എന്നൊരു സംശയം പലപ്പോഴും നമുക്ക് തോന്നിയേക്കാം. പാരമ്പര്യമായിട്ട് നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാമെങ്കിലും അതിലൊക്കെ ഉപരിയായി വേദപുസ്തകം നമ്മൾ പരിശോധിച്ചാൽ മാതാവിന് വളരെ ശ്രേഷ്ഠമായ ഉന്നതമായ സ്ഥാനം വേദപുസ്തകം പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ മാതാവിന് ഉന്നതമായ സ്ഥാനം കൊടുക്കുന്നത്. വിശുദ്ധന്മാരിൽ ഏറ്റവും മുൻനിരയിൽ അതുകൊണ്ട് തന്നെ മാതാവിനെ നമ്മൾ നിർത്തുന്നു. മാതാവ് കഴിഞ്ഞേ ഉള്ളൂ ഏത് വിശുദ്ധന്മാരെയും നമ്മൾ ഓർക്കുന്നത്. ഒരു പള്ളി കൂദാശ ചെയ്താലും മാതാവിൻ്റെ നാമത്തിലാണല്ലോ എൻ്റെ ത്രോണോസുകളൊക്കെ കൂദാശ ചെയ്യുന്നത്. അതിനുശേഷമാണ് വിശുദ്ധന്മാരുടെ. അപ്പം അതുകൊണ്ട് മാതാവ് നമ്മുടെ ഓർത്തഡോക്സ് സഭയുടെ, പ്രത്യേകിച്ച് ഓർത്തഡോക്സ് കാത്തലിക് വിശ്വാസങ്ങളിൽ മാതാവിന് പ്രഥമ സ്ഥാനം നമ്മൾ വിശുദ്ധന്മാരുടെ നിലയിൽ കൊടുക്കുമ്പോൾ, ചില പ്രൊട്ടസ്റ്റൻ്റ് ചില സഭകളിൽ മാതാവിന് ഉന്നതമായ സ്ഥാനം കൊടുക്കുന്നില്ല. അവരുടെ വാദം ജയിക്കുവാൻ വേണ്ടി മാതാവിനെ ചിലപ്പോൾ തള്ളിപ്പറയുന്നതും കാണുന്നുണ്ട്. അവരുടെ വിശ്വാസത്തിൽ ചിലപ്പോൾ മാതാവിനെ തള്ളിപ്പറയുന്നതായിട്ട് കാണുന്നില്ല എങ്കിലും ജയിക്കുവാൻ വേണ്ടി, വിശ്വാസമൊക്കെ ഒന്ന് പറഞ്ഞ് ജയിക്കുവാൻ വേണ്ടിയായിരിക്കാം ചിലപ്പോഴൊക്കെ ഈ മാതാവിനെ തള്ളിപ്പറയുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. ആകാത്ത വാക്കുകൾ പോലും മാതാവിന് വേണ്ടി അവർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുട്ടത്തോടൊന്നും പൈപ്പെന്നും ഒക്കെ പറഞ്ഞിട്ട് അത് അവരുടെ വിശ്വാസത്തിൽ വരുന്നൊന്നും ആയിരിക്കത്തില്ല. പക്ഷെ എന്നാലും സ്വല്പമായിട്ട് അവിടെ മാതാവിനെ ഒന്ന് താഴ്ത്തി കാണിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. മാതാവിന് ഉന്നത സ്ഥാനമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെയാണ് നമ്മൾ ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസം ഒന്ന് മനസ്സിലാക്കുവാൻ തക്കതിൻവണ്ണം ശ്രമിക്കേണ്ടുന്നത്. 45-ാം സങ്കീർത്തനമാണല്ലോ മാതാവിനെക്കുറിച്ച് നമ്മൾ ഏറ്റവും അധികം പ്രത്യേകിച്ച് കുക്കുലിയോനിൽ നമ്മൾ പാടുമ്പോൾ 45-ാം സങ്കീർത്തനം പ്രത്യേകമായിട്ട് എടുത്ത് നമ്മൾ പാടുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, 45-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്, അവിടുത്തെ സങ്കീർത്തന പ്രമാണി അവിടെ പറയുന്നത്, മണവാട്ടി സഭ മണവാളിന് വേണ്ടി ഒരുങ്ങിയിരിക്കുമ്പോൾ ഒരു മണവാട്ടിക്ക് വേണ്ടുന്ന ഗുണവിശേഷത്തെക്കുറിച്ചാണ് 45-ാം സങ്കീർത്തനത്തിൻ്റെ പ്രതിപാദ്യ വിഷയം. അവിടെ ഒരു പ്രേമഗീതം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ കൊടുത്തിരിക്കുമ്പോൾ ഒരു മണവാട്ടിക്കുള്ള ഗുണവിശേഷങ്ങൾ എന്തായിരിക്കണം? സഭയെന്ന് പറയുന്നത് മണവാട്ടിയാണ്, നമുക്കെല്ലാവർക്കും അറിയാം. കർത്താവായ യേശു ക്രിസ്തു മണവാളൻ. ഈ മണവാട്ടിയെ ചേർക്കുവാനായിട്ട് വീണ്ടും വരുമ്പോൾ ഈ മണവാട്ടി എങ്ങനെയുള്ളവളായിരിക്കണം അതിനെ വിശേഷിപ്പിക്കുന്നതാണ് 45-ാം സങ്കീർത്തനത്തെക്കുറിച്ച് കൂടുതൽ പറയുവാൻ സമയമില്ല. മാതാവിനെക്കുറിച്ച് പറയുന്ന ഒരു പ്രത്യേക ഭാഗമുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ നിന്നാൾ സ്തുതിയുടെ രാജമകൾ എന്ന് പറയുന്ന പാട്ട്, കുക്കുലിയോനിലെ പാട്ട് ആ സങ്കീർത്തനത്തിലുള്ളതാണ്. 45-ാം സങ്കീർത്തനത്തിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ എഴുതുന്നവർക്ക് ഒന്ന് എഴുതുന്നത് നല്ലതായിരിക്കും. കാരണം ക്ലാസ് ആണല്ലോ. നിൻ്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരിയുണ്ട്. നിൻ്റെ വലത്തുഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു. അല്ലയോ മകളെ, കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്കുക. സ്വജനത്തെയും നിൻ്റെ പിതൃഭവനത്തെയും മറക്കുക. ഇതാണ് നമ്മൾ 45-ാം സങ്കീർത്തനം ഉദ്ധരിച്ചുകൊണ്ട് പാട്ടായിട്ട് അവിടെ പാടുന്നത്. കർത്താവിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുവാൻ തക്കതിൻവണ്ണം ഈ രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുകയാണ്, വേഷവിഭൂഷതയായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ അർത്ഥം എല്ലാ അർത്ഥത്തിലുമുള്ള മണവാട്ടിയുടെ യോഗ്യതയ്ക്ക് ഏറ്റവും മുൻനിരയിൽ നിൽക്കുവാൻ യോഗ്യയായിട്ടുള്ളവൾ വിശുദ്ധ ദൈവമാതാവ്. അതാണ് അവിടെ സങ്കീർത്തനക്കാരൻ നമ്മെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളത് ഇന്നും പാടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും നമ്മളത് പാടുന്നുണ്ട് ഇതിന് ശേഷം. അപ്പോൾ 45-ാം സങ്കീർത്തനത്തിലെ മണവാട്ടി എന്ന് പറയുമ്പോൾ ആ മണവാട്ടി സഭയുടെ പ്രതീകമായിട്ട് നമുക്ക് മാതാവിനെ കാണുവാൻ പറ്റും. അതുകൊണ്ടാണ് പാരമ്പര്യത്തിൽ നമ്മൾ സഭയുടെ പ്രതീകമായി മാതാവിനെ നമ്മൾ ബഹുമാനിക്കുകയും മധ്യസ്ഥതയെ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നത്. സഭയുടെ പ്രതീകമായിട്ട് കാണുമ്പോൾ സകല തലമുറകളും എന്നെ
ഭാഗ്യവതി എന്ന് വാഴ്ത്തുമെന്ന് വേദപുസ്തകം നമ്മോട് ഓർപ്പിക്കുന്നു. സകല തലമുറകളെന്ന് പറയുമ്പോൾ അന്നത്തെ തലമുറ മാത്രമല്ലോ, ഇന്ന് ജീവിക്കുന്ന ഈ തലമുറയും വരുവാനുള്ള തലമുറയും മാതാവിനെ ഭാഗ്യവതി എന്ന് വാഴ്ത്തി പുകഴ്ത്തണം. അതാണ് വേദപുസ്തകം നമ്മോട് ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് മാതാവിനെ ഭാഗ്യവതി എന്ന് വിളിക്കാത്തവർ വേദപുസ്തകത്തിന് വിപരീതം എന്ന് വേണമെങ്കിലും പറയുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം വേദപുസ്തകം അനുസരിക്കുന്നവരാണല്ലോ ക്രിസ്തീയ വിശ്വാസികൾ. അങ്ങനെ മാതാവിനെ നമ്മൾ ഭാഗ്യവതി എന്ന് വാഴ്ത്തിക്കൊണ്ട് മുന്നേറുവാൻ നമുക്കിടയാകട്ടെ. എഴുതുന്നവർക്ക് വേണ്ടി മാതാവിനെ പരാമർശിക്കുന്ന പുതിയ നിയമത്തിലെ കുറച്ച് വാക്യങ്ങൾ എന്ന് പറയാം, സാവധാനം പറയാം. ആദ്യമേ വാക്യങ്ങളങ്ങ് പറയാം, എഴുതിയെടുക്കുന്നവർക്ക് വേണ്ടി മാത്രം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 16. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം തന്നെ 1-ാം അധ്യായം 18-ാം വാക്യം, 1-ാം അധ്യായം 20-ാം വാക്യം, 2-ാം അധ്യായം 11-ാം വാക്യം, 12-ാം അധ്യായം 46-ാം വാക്യം, 13-ാം അധ്യായം 55-ാം വാക്യം. ഇത് മുഴുവനും വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലുള്ളതാണ്. നമ്മൾ വീട്ടിൽ പോയി അത് വിലയിരുത്തി ഭംഗിയായിട്ടൊന്ന് വായിക്കേണ്ടതാണ്. അതിനുശേഷം അടുത്ത വാക്യങ്ങൾ മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 3-ാം വാക്യം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണ് കൂടുതലായിട്ടുള്ളത്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 27-ാം വാക്യം, 1-27, 1-30, 34, 38, 39. അതിനുശേഷം 1-ാം അധ്യായം 45 മുതൽ 56 വാക്യം വരെ ഒരു സങ്കീർത്തനമുണ്ട്, മറിയാമിൻ്റെ പാട്ട്. 2-ാം അധ്യായം 5-ാം വാക്യം, 16-ാം വാക്യം, 2-ൻ്റെ തന്നെ 19, 34. അടുത്തത് യോഹന്നാൻ്റെ സുവിശേഷം. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെ. അതിനുശേഷം അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 14-ാം വാക്യം. അവിടെ ആദിമസഭ അപ്പോസ്തല പ്രവൃത്തി എന്ന് എടുത്തു പറയുകയാണ്. ആദിമസഭ വിശുദ്ധ ദൈവമാതാവിനെ വളരെ വളരെ ബഹുമാനം കൊടുത്തുകൊണ്ട് ആദരിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു, സഭയുടെ മുൻനിരയിൽ വെച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണ് അപ്പോസ്തല പ്രവൃത്തി 1-14 നമുക്കറിയാം. 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോഴാകുന്നുവല്ലോ പെന്തിക്കോസ്തി പെരുന്നാൾ. അവിടെ പരിശുദ്ധ റൂഹായുടെ ആവാസം. ആ സഭയിൽ ഏറ്റവും മുൻനിരയിൽ നിന്നത് പരിശുദ്ധ ദൈവമാതാവായിരുന്നു. അപ്പം മാതാവിൻ്റെ ശിഷ്യന്മാർ മാതാവിനെ സ്വീകരിച്ചിരുന്നു. യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ എന്ന് പറയുന്നുണ്ട്, ഇതാ നിൻ്റെ മകനെന്നും പറയുന്നുണ്ട് മാതാവിനോട്. ആ നാഴിക മുതൽ, ആ സമയം മുതൽ മാതാവിനെ ശിഷ്യന്മാർ സ്വീകരിച്ചു. സഭ സ്വീകരിച്ച് തങ്ങളുടെ കൂടെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുവാൻ തക്കതിന് ഇടയായി കർത്തൃവചനം നിമിത്തം എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. മാതാവിനെക്കുറിച്ചുള്ള വേദഭാഗങ്ങൾ ഇത്രയുമാണ് എഴുതിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് വീട്ടിൽ പോയി എല്ലാം വായിക്കുവാൻ നമുക്ക് സമയം കുറവായതുകൊണ്ടാണ് വായിക്കാത്തത്. അതുകൊണ്ട് എല്ലാവരും അത് വീട്ടിൽ പോയി ഒന്ന് വായിക്കുന്നത് ഒത്തിരി നല്ലതായിരിക്കും. മാതാവിനെ പരാമർശിക്കുന്ന വാക്യങ്ങൾ, എന്നിരുന്നാലും ഇടയ്ക്ക് ചില വാക്യങ്ങളൊക്കെ നമുക്ക് പരാമർശിക്കുവാൻ സാധിക്കും. മാതാവിൻ്റെ കുടുംബത്തെക്കുറിച്ച് നമുക്കൊക്കെ അറിയാമെങ്കിലും ഒന്നുകൂടി അത് പറയുകയാണ്. മറിയ എന്ന വാക്ക്, മേരി എന്ന വാക്ക് മാറ എന്ന വാക്കിൽ നിന്നുണ്ടായിട്ടുള്ളതാണെന്നാണ് പാരമ്പര്യം. മാറയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. മാറായെ മധുരമാക്കുന്ന, അതിൻ്റെ അർത്ഥം, മാറ എന്ന വാക്കിൻ്റെ അർത്ഥം കയ്പ് എന്നുള്ളതാണല്ലോ മാറ. ഒരു കണക്കിന് മാതാവിൻ്റെ ജീവിതം തന്നെ ഒരു സന്തോഷം അനുഭവിച്ചിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നില്ല, വിശുദ്ധ സ്ത്രീ ആയിരുന്നില്ല. കർത്താവിനെ ജനനത്തെക്കുറിച്ച് അറിയിച്ച സമയം മുതൽ, അല്ലേ, ജനനത്തെക്കുറിച്ച് അറിയിക്കുന്ന സമയം മുതൽ കർത്താവിൻ്റെ ക്രൂശ് മരണം വരെയും ഒരു സമാധാനവും ഇല്ലാതെ ജീവിച്ചു. അതാണ് മാതാവിൻ്റെ ഒരു കയ്പ് നിറഞ്ഞ അനുഭവം, ഈ ലോക ജീവിതത്തിൻ്റെ കയ്പ്. യേശുക്രിസ്തു രക്ഷകനാണ്, സന്തോഷം സമാധാനം പ്രദാനം ചെയ്യുന്നവനാണ്, അതിൻ്റെ എല്ലാം സൃഷ്ടാവാണ്. എങ്കിൽ തന്നെയും യേശുക്രിസ്തു മുഖാന്തരം മാതാവിന് ഒരു സ്വസ്ഥത ലഭിച്ചിട്ടില്ല. നമുക്കത് പിന്നീട് പഠിക്കുമ്പോൾ മനസ്സിലാകും. ഇതിൻ്റെ ഹൃദയത്തിൽ കൂടി ഒരു വാൾ കടക്കുമെന്നും പ്രവാചകൻ അല്ലെങ്കിൽ ശിവമോൻ അവിടെ പറയുന്നുണ്ട്.
അപ്പം മാറ എന്ന വാക്ക് ജീവിതത്തിൽ തീർച്ചയായിട്ടും അർത്ഥമായ ഒരു സ്ത്രീരത്നമായിട്ടും മാതാവിനെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇന്ന് കന്യാമറിയാമിൻ്റെ പേരുകൾ വെച്ച് കുഞ്ഞുങ്ങൾക്ക് ഇടുന്നത് ഒത്തിരി സന്തോഷമായിട്ടിടുന്നുണ്ട്. ചിലപ്പോൾ ഇച്ചിരി മറിയ എന്നൊന്നും ഇട്ടില്ലെങ്കിലും മിരിയാന്നും ഒക്കെ പല രീതിയിലൊക്കെ വളച്ചും പൊളച്ചും ഒക്കെ ഇടുന്നത് കേട്ടിട്ടുണ്ട്. എന്നിരുന്നാലും ശരി തന്നെ മാതാവിനെ ഓർക്കുന്നുണ്ടല്ലോ, അതിൽ നമുക്ക് സന്തോഷിക്കുകയും ചെയ്യാം. മിരിയാം, മേരി, മറിയ, പല പേരിൽ ഇങ്ങനെ മാതാവിനെ പലരും വിളിക്കുന്നതായിട്ടൊക്കെ നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ ക്ലാസ് ആയതുകൊണ്ട് പറയുന്നതേ ഉള്ളൂ, 51 പ്രാവശ്യം മറിയാമിൻ്റെ പേര് വിളിക്കുന്നുണ്ടെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കുക. പുതിയ നിയമത്തിൽ 51 പ്രാവശ്യത്തോളം മാതാവിൻ്റെ പേരുകൾ ഇങ്ങനെ അവിടെ വിചിന്തനം ചെയ്യുന്നുണ്ട് എന്നതും കൂടി പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. മാതാവിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ മാതാവിൻ്റെ ചരിത്രമൊന്നും വലുതായിട്ടൊന്നും വിവരിക്കുന്നില്ല. മാതാക്കളെക്കുറിച്ചോ അല്ലെങ്കിൽ കുടുംബത്തെക്കുറിച്ചൊന്നും വലിയ വിവരണം നമുക്ക് ലഭിക്കുന്നില്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകത്തിൽ അതിനെക്കുറിച്ച് വലുതായിട്ടില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. മാതാവിനെക്കുറിച്ച് പഠിക്കുന്ന പുസ്തകം പലപ്പോഴും നമ്മൾ അതിനെ ആധാരമാക്കുന്നത് അപ്പോക്രിഫ കൃതികൾ, നമുക്ക് കേട്ട് കാണുമായിരിക്കും. അപ്പോക്രിഫ കൃതികൾ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ബുക്സ് ഉണ്ട്. അതിലാണ് കൂടുതലും മാതാവിനെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്നത്. യാക്കോബിൻ്റെ സുവിശേഷം, ഒരുപാട് വേദപുസ്തകത്തിൽ ഇനി വരാനുണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം പുസ്തകങ്ങൾ പൂർണ്ണമല്ല, നമുക്കെല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇനി കുറച്ച് ഗ്രന്ഥങ്ങൾ കൂടി ചേരാനായിട്ടുണ്ട്. അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങളിലാണ് മാതാവിനെക്കുറിച്ചും കൂടുതലായിട്ട് നമ്മൾ ചെറുപ്പകാലത്തെക്കുറിച്ച്, ബാല്യകാല ജീവിതത്തെക്കുറിച്ചൊക്കെയും നമ്മൾ മനസ്സിലാക്കി പഠിക്കുന്നത്. പ്രത്യേകിച്ച് യാക്കോബിൻ്റെ സുവിശേഷം, അതിൻ പ്രകാരം യുയാക്കീമും ഹന്നായുമാണ് അറിയാമെന്ന് വിചാരിക്കുന്നതൊക്കെയും മാതാവിൻ്റെ മാതാപിതാക്കൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മളൊക്കെയും അത് നമ്മുടെ സ്കൂളിലൊക്കെ പഠിച്ച് വന്നിട്ടുമുണ്ട്. ചെറുപ്പത്തിൽ തന്നെ മാതാവിനെ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു എന്നുള്ളതാണല്ലോ മാതാവിൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ ദേവാലയത്തിൽ കൊണ്ട് സമർപ്പിച്ചെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശമൂവേലിനെ സമർപ്പിച്ചതുപോലെ മാതാവിനെയും തൻ്റെ മാതാപിതാക്കൾ ദേവാലയത്തിൽ തന്നെ സമർപ്പിച്ചു. അതുകൊണ്ട് ദേവാലയത്തിൽ തന്നെ മാതാവ് വളർന്നു വന്നു. അതുകൊണ്ട് ദേവാലയവുമായിട്ട് ബന്ധപ്പെടുത്തിയും പുരോഹിതന്മാരുമായിട്ട് ബന്ധപ്പെടുത്തിയും ഒത്തിരി പഠിക്കുവാൻ തക്കവണ്ണം മാതാവിനിടയായി തീർന്നു എന്നുള്ളതും പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ ഒരു നല്ല ആത്മീകമായ അടിത്തറ, ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള അടിത്തറ മാതാവിന് ലഭിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം യേശുക്രിസ്തുവിനെ പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട കാര്യമില്ല എങ്കിലും 12 വയസ്സായപ്പോഴേക്കും യേശുക്രിസ്തു എല്ലാ വേദപണ്ഡിതന്മാരോടും തർക്കിച്ച് അവിടെ സത്യം ജയിക്കുവാൻ തക്കതിന് വേണം സത്യത്തെക്കുറിച്ച് വാദിക്കുവാനുള്ള പരിജ്ഞാനം ലഭിച്ചതും ഈ മാതാവ് മുഖാന്തരമാണെന്ന് പറയുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. അത്രമാത്രം ന്യായപ്രമാണവും വേദപുസ്തകവും യഹൂദ സഭയുടെ നിയമങ്ങളും കാര്യങ്ങളുമൊക്കെ മാതാവിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എന്നതും പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് മാതാവ് തിരഞ്ഞെടുക്കപ്പെട്ടത്? നമുക്കറിയാം, ഒരു രക്ഷകൻ്റെ വരവ് യഹൂദന്മാർ പ്രതീക്ഷിച്ചിരുന്നു. ഒരു മിശിഹ അവതരിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഈ അടിമത്തത്തിൻ്റെ നുഖത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ തക്കവണ്ണം ഒരു രക്ഷകൻ അവതരിച്ച് ഇസ്രായേലിനെ വീണ്ടെടുക്കും. അതാണല്ലോ മിശിഹായ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്. യഹൂദന്മാർ കാത്തിരുന്നു. അവരൊക്കെയും ആഗ്രഹിച്ചിരുന്നതും മനസ്സിലാക്കിയിരുന്നതും വിശ്വസിച്ചിരുന്നതും അതെങ്കിലും രാജകൊട്ടാരത്തിലോ രാജകുടുംബങ്ങളിലോ ഈശോയുടെ വംശത്തിലാണല്ലോ വരുന്നത്. അതൊക്കെ ഉന്നതമായ കുലങ്ങളിലൊക്കെ ആയിരിക്കും, പാവപ്പെട്ടവരിലൊന്നും ആയിരിക്കുകയില്ല എന്നൊക്കെ വിശ്വസിച്ചിരുന്നപ്പോഴാണ് പാവപ്പെട്ടവളായ, ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു അനാഥ പോലെ ജീവിക്കുന്ന, ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ട് ജീവിക്കുന്ന മാതാവിന് ഈ നിയോഗം ലഭിച്ചത്. എന്തുകൊണ്ട് അത് ലഭിച്ചു എന്ന് വേദപുസ്തകം തന്നെ അതിന് ആൻസർ നമുക്ക് നൽകുന്നുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ, വേദപുസ്തകം നമ്മെ ഓർപ്പിക്കുന്ന വാക്യമാണത്. മാതാവിനെ നമ്മളിന്ന് വായിച്ചു, നമസ്കരിച്ചപ്പോൾ പറഞ്ഞു, കൗമായിൽ നമ്മൾ ചൊല്ലി, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം. അതുകൊണ്ടാണ് മാതാവിനെ ദൈവം തിരഞ്ഞെടുത്തത്. ആർക്ക് വേണ്ടി? യേശുക്രിസ്തു തന്നിൽ ഉരുവാകുവാൻ വേണ്ടി ലോകത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീരത്നം മാതാവാകുവാൻ കാരണം
സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ. ഗബ്രിയേൽ മാലാഖയുടെ ആ വചനം ആണല്ലോ വേദപുസ്തകം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ കൃപ നിറഞ്ഞവളും സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളും ലോകത്തിൽ ഉയരത്തിൽ നിന്ന് കർത്താവ് നോക്കിയപ്പോൾ കണ്ടത് ഒരു സ്ത്രീ ആയിരുന്നു. അത് ഇശായുടെ കുറ്റിയിൽ തന്നെ ഉള്ളതാണ്, ദാവീദിൻ്റെ വംശത്തിൽ തന്നെ ഉള്ളവളാണ് എന്ന് കർത്താവ് മനസ്സിലാക്കിക്കൊണ്ട് ഈ ബാലിക കേവലം ബാലിക എന്നാണല്ലോ നമ്മൾ മറിയാമിനെക്കുറിച്ച് ഓർപ്പിക്കുന്നത്. അങ്ങനെ വിമോചകനായ കർത്താവ് ജനിക്കുവാൻ തക്കതിന് തിരഞ്ഞെടുക്കപ്പെട്ട ഭൂമിയിലെ ഒരു പാത്രമായി മാതാവിനെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അതിൻ്റെ കാരണമാണ് നമ്മളിപ്പോൾ മനസ്സിലായത് മാലാഖയുടെ ഈ സദ്വചനം. കർത്താവ് നിന്നോട് കൂടെയുണ്ട്, ദൈവം നിന്നോട് കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. നീ ജനിച്ചപ്പോൾ മുതൽ അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ ഉരുവായത് മുതൽ കർത്താവ് നിന്നോട് കൂടെ. ഇത് ലോകം പറഞ്ഞതല്ല, ദൈവം തന്നെ പറഞ്ഞതാണ്. ഇതാണ് മാതാവിനെ തന്നെ ഈ ദൗത്യം ഏൽപ്പിക്കുവാൻ ഇവിടെ കാരണമായി തീർന്നത്. മാതാവ് തന്നെ പറയുന്നുണ്ട്, ഒരു പ്രവാചക ശബ്ദം പോലെ പറയുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലാണ് ഇതെല്ലാം പറയുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം ആദ്യം എഴുതിയിട്ടുണ്ട് നമ്മൾ. 1-ാം അധ്യായത്തിൽ 48-ാം വാക്യത്തിൽ വീണ്ടും പറയുന്നുണ്ട്, തൻ്റെ ദാസിയുടെ താഴ്മയെ നോക്കി കണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് മാതാവിനെ ഇവിടെ രക്ഷയ്ക്ക് വേണ്ടി ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഉരുവാകുവാൻ തക്കവണ്ണം തിരഞ്ഞെടുത്തത്. മാതാവിനെ എടുക്കുവാൻ കാരണം താഴ്മ. നമ്മളെല്ലാ ദിവസവും മറിയാമിൻ്റെ പാട്ടുകൾ നമ്മൾ മസമൂറായിട്ട് ഇവിടെ വായിക്കാറുണ്ട്. കെംദാ പ്രാർത്ഥനയും അല്ലെ, നമ്മളെല്ലാ ദിവസവും മറിയാമിൻ്റെ പാട്ട്. മറിയാം പറഞ്ഞു തന്നാൽ എൻ്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാ ദിവസവും കുർബാനയിൽ നമസ്കാരത്തിന് വായിക്കാറുള്ളതാണ്. അപ്പോൾ താഴ്മയുടെ നിറവിലാണ്, താഴ്മയുടെ വിളനിലത്തിലാണ് ഇവിടെ ആര് ജനിക്കുന്നത്? ദൈവം ഉരുവാകുന്നത്, ദൈവ സ്വഭാവം ഉളവാകുന്നത്, ദൈവം നമ്മോട് കൂടെയാകുന്നത്. ആയതുകൊണ്ട് ഈ ക്ലാസ്സിലൂടെ നമ്മളൊന്ന് മാതാവിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടുന്നത്, താഴ്മയുള്ളിടത്ത് വിനയമുള്ളിടത്ത് ദൈവം വസിക്കുന്നു. ദൈവം നിന്നോടുകൂടെ, കർത്താവ് നിന്നോടുകൂടെ. അവിടെ കൃപ നിറയുന്നുണ്ട്. അപ്പോൾ കൃപ നിറയുവാനുള്ളൊരു മുഖാന്തരമായി ദൈവം തിരഞ്ഞെടുത്തത്, മാതാവിനെ തിരഞ്ഞെടുത്തത് 2-3 കാരണങ്ങൾ നമ്മളിപ്പോൾ മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ സഹനത്തിൻ്റെ ലോകത്തിൽ ഇത്രയും സഹിച്ചിട്ടുള്ള ഒരു സ്ത്രീരക്തമില്ല, സ്ത്രീകളുടെ കൂട്ടത്തിലും പുരുഷന്മാരുടെ കൂട്ടത്തിലും. യഹൂദ നിയമപ്രകാരം നമുക്കെല്ലാവർക്കും പഠിച്ചിട്ടുള്ളതുപോലെ ഒരു സ്ത്രീ ഇതുപോലെ ഗർഭവതിയായാൽ, പ്രത്യേകിച്ച് ഇത്തരത്തിൽ പുരുഷബന്ധം കൂടാതെ അല്ലെങ്കിൽ വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നുള്ളതാണ് നിയമം. തനിക്ക് വരാൻ പോകുന്ന ആപത്ത് മറിയാം അവിടെ മനസ്സിലാക്കുന്നുണ്ട്. ലോകത്തോടോ പ്രത്യേകിച്ച് യോസഫിനോടോ പറഞ്ഞാൽ മനസ്സിലാകാത്തൊരു ഭാഷയാണ്. ഞാൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയായി എന്ന് പറഞ്ഞാൽ ലോകവും യൗസേപ്പും വിശ്വസിക്കുകയില്ല, തന്നെ കല്ലെറിഞ്ഞ് കൊല്ലും. പക്ഷേ വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അടി ഉറച്ചുകൊണ്ട് സഹിക്കുകയാണ്. തന്നോട് അരുളി ചെയ്തത് വിശ്വസിച്ചവൾ ഭാഗ്യവതി, മറിയാമിൻ്റെ പാട്ടിൽ നമ്മൾ കേൾക്കുന്നതാണ്. അതുകൊണ്ട് സഹിക്കുവാനുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അത് സുഖമായാലും സന്തോഷമായാലും ദുഃഖമായാലും അത് സഹിക്കുവാനുള്ള ഒരു സഹനം അത് താൻ തന്നെ ഏറുവാനുള്ള താൻ വഹിച്ചുകൊള്ളാം. ദൈവത്തിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറിക്കൊള്ളട്ടെ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറയുവാൻ തക്കതന്നുമുള്ള ഒരു സഹനം. അതൊക്കെയാണ് മാതാവിനെ തിരഞ്ഞെടുക്കുവാനുള്ള കാരണം. രാജകുടുംബങ്ങളിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള ഉന്നത കുടുംബങ്ങൾ അല്ലെങ്കിൽ ധനപരമായി ഉയർന്ന കുടുംബങ്ങളിലൊക്കെ കർത്താവ് നോക്കിയപ്പോൾ ഇങ്ങനെയുള്ളവരെ കണ്ടെത്തുവാൻ പ്രയാസം വന്നു. നോക്കിയപ്പോൾ ദേവാലയത്തിലെ പാവപ്പെട്ട ബാലികയാണ് ഇവിടെ കാണുന്നത്. തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. വിശുദ്ധ ലൂക്കോസ് 1-ാം അധ്യായം 45-ാം വാക്യം. പ്രിയമുള്ളവർ, ഈ ഭാഗ്യവതിയാണ് നമ്മളിന്ന് ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്നതും എന്നത് പ്രത്യേകമായിട്ട് ഓർക്കണം. ഉന്നതനായ പൗരോഹിത്യ ശുശ്രൂഷകളിൽ ഏറ്റവും വ്യാപൃതനായ മുൻനിരയിൽ നിൽക്കുന്ന സക്രിയ പുരോഹിതന് പോലും വിശ്വസിക്കുവാൻ പറ്റാത്ത ഒരു സത്യം.
സക്കറിയ പുരോഹിതൻ ലോകപ്രകാരം വിശ്വസിക്കാമാവുന്ന ഒരു അരുളപ്പാടാണ് യോഹന്നാന് ജനനത്തെക്കുറിച്ച് മാലാഖ കൊടുക്കുന്നത്. എങ്കിൽ പോലും സക്കറിയായ്ക്ക് അവിടെ സംശയമുണ്ടാകുന്നുണ്ട്. പ്രിയമുള്ളവരെ, അവിടെയാണ് ഈ കന്യകമറിയാമും സക്കറിയ പുരോഹിതനുമായിട്ട് നമ്മൾ വിലയിരുത്തേണ്ടത്. സക്കറിയ പുരോഹിതനെ ഇടിച്ച് താഴ്ത്തി കാണിക്കുകയല്ല, നമ്മെപ്പോലെ തന്നെ ലോകപ്രകാരം വിശ്വസിക്കുവാൻ പ്രയാസമുള്ള ഒരു സംഗതി കേട്ടപ്പോൾ സംശയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെയും അതിന് മുകളിലേക്ക് ഉയരുവാൻ തക്കവണ്ണം മാതാവിൻ്റെ ആത്മീയത ഉയർന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ കൊണ്ടാണ് മാതാവിനെ ദൈവം തമ്പുരാൻ തിരഞ്ഞെടുത്തത്. പല കാര്യങ്ങളും നമ്മൾ കേട്ടു. വിനയം, താഴ്മ, ദൈവം വസിച്ച സഹനം, ഒത്തിരി കാര്യങ്ങൾ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരാളെ കൂടി നമ്മൾ ആ സമയത്ത് ഓർക്കേണ്ടത് ആവശ്യമാണ്. ഈ വാർത്തയെക്കുറിച്ച് കേട്ടപ്പോൾ പാവപ്പെട്ടവനായ യൗസേപ്പിനെ നമ്മൾ മനസ്സിലാക്കുന്ന നീതിമാനായ യൗസേപ്പ് എന്നാണ്. ഈ യൗസേപ്പിന് നല്ല ഒരവസരം ലഭിച്ചതാണ്. തനിക്ക് നല്ല പേര് കിട്ടുവാനും തൻ്റെ നീതിയെ വെളിപ്പെടുത്തുവാനും മറിയാമിൻ്റെ പാപത്തെ അല്ലെങ്കിൽ മറിയാമിനെ സമൂഹത്തിൽ പിടിച്ചു കൊടുക്കുവാനും പറ്റിയ നല്ലൊരവസരം. അവിടെയും യൗസേപ്പിനെ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന യൗസേപ്പ്. അങ്ങനെയാണല്ലോ ദർശനം അവിടെ ഉണ്ടാകുന്നത്. അതിനെ പരിപൂർണമായിട്ടൊരു സ്വപ്നത്തിൽ എന്നതുപോലെ സ്വപ്നമെന്നവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. സ്വപ്നത്തിലൂടെ ലഭിച്ച അരുളപ്പാടിനെ പരിപൂർണമായി വിശ്വസിക്കുന്ന യൗസേപ്പിനെയും നമ്മളവിടെ ഓർക്കേണ്ടതായിട്ടുണ്ട്. രഹസ്യമായിട്ട് ഉപേക്ഷിക്കുവാൻ വിചാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന യൗസേപ്പിന് അരുളപ്പാട് ലഭിച്ചപ്പോൾ, സ്വപ്നത്തിലൂടെ ലഭിച്ചപ്പോൾ, ഒരു സ്വപ്നത്തിലൂടെ അത് പരിപൂർണമായിട്ട് വിശ്വസിക്കുവാനും മറിയമ്മിനെ തൻ്റെ ഭാര്യയായി ചേർക്കുവാനും അവിടെ ഇടയായി എന്നുള്ളതാണ് യൗസേപ്പിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 24-ാം വാക്യത്തിൽ നമ്മളത് യൗസേപ്പിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. യൗസേപ്പ് എന്ന പുണ്യപിതാവ്. നമ്മുടെ സഭയിൽ സെൻറ്റ് ജോസഫ് ചർച്ചുകളില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കത്തോലിക്ക സഭയിൽ ധാരാളം സെൻറ്റ് ജോസഫ് പള്ളികളുണ്ട്. അതുപോലെ തന്നെ കന്യകാജനനം എന്ന് പറയുന്നത് അതുവരെയും നടക്കാത്ത ഒരു സംഭവം എന്നുള്ളതും കൂടി പ്രത്യേകമായിട്ട് ഈ സമയത്ത് നമ്മളൊന്ന് ഓർക്കേണ്ടതാണ്. ഇതിനുശേഷം നമുക്കൊന്ന് മനസ്സിലാക്കുവാനായിട്ടുള്ളത് കന്യകമറിയാമിൻ്റെ വേദപുസ്തകവുമായിട്ടുള്ള ബന്ധം. ഞാൻ പറഞ്ഞു, ആദ്യമേ ഓർപ്പിക്കുകയുണ്ടായി, കന്യകമറിയാം ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളിൽ നിന്നും ന്യായപ്രമാണം പഠിച്ചിട്ടുണ്ടാവും. അതിനുശേഷം ദേവാലയത്തിൽ തന്നെ വന്ന് താമസിച്ച് ദേവാലയത്തിലെ ശുശ്രൂഷ ചെയ്തതുകൊണ്ട് ഏകദേശം ചരിത്രം പറയുന്നത് 12 വയസ്സോളം എന്ന് പറയുന്നുണ്ട്. കൃത്യമായിട്ട് വേദപുസ്തകമൊന്നും സാക്ഷിക്കുന്നില്ല, എങ്കിലും ഒരു പാരമ്പര്യം അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അവിടെ വരുമ്പോൾ പരിപൂർണമായി വേദപുസ്തകവും അതുപോലെ തന്നെ ഞാൻ അന്നത്തെ രീതിയിൽ പഠിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലത്തെ പോലെ വേദപുസ്തകം ഇവിടെ സുലഭമല്ല. അന്ന് നമുക്ക് ഇന്ന് ഇഷ്ടം പോലെ വേദപുസ്തകം സുലഭമാണ്. നമ്മുടെ ചെറുപ്പകാലത്ത് വേദപുസ്തകം ഇത്ര സുലഭമായിരുന്നില്ല. കേട്ടുകേൾവിയിലൂടെ വചനത്തിലൂടെയാണ് വേദപുസ്തകം പഠിച്ചിരുന്നത്, പാട്ടുകളിലൂടെ. അങ്ങനെ കേട്ടുകേൾവിയിലൂടെ പഠിച്ചതൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനുള്ളൊരു കഴിവ് ആർക്കുണ്ടായിരുന്നു? മറിയാമിനുണ്ടായിരുന്നു. മറിയാം ഈ വാർത്തകളൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നൊരു വാക്ക് നമ്മൾ കേൾക്കുന്നുണ്ട്. എല്ലാം ഉള്ളിൽ സംഗ്രഹിച്ചൊരു കമ്പ്യൂട്ടറിൽ സംഗ്രഹിക്കുന്നത് പോലെ താൻ കേൾക്കുന്ന എല്ലാ ആത്മീയ വചനങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് മുന്നേറി എന്നുള്ളതാണ് മറിയാമിനെക്കുറിച്ച് നമുക്ക് പ്രത്യേകമായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ പ്രത്യേകിച്ച് അന്നത്തെ ആരാധനകളിലൂടെ കേൾക്കുന്ന പാട്ടുകളിലൂടെയൊക്കെ വിശുദ്ധ ദൈവമാതാവ് തിരുവചനം പഠിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറിയാമിൻ്റെ ഒരു പാട്ടിലൂടെ അത് 60%, അതായത് മറിയാമിൻ്റെ പാട്ട്, മറിയാം പറഞ്ഞു എന്തെന്നാൽ എൻ്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു, എൻ്റെ ആത്മാവിൻ്റെ, ആ പാട്ടിൽ 60% പഴയ നിയമത്തിലുള്ള ഉദ്ധരണികളാണ്. പഴയ നിയമത്തിൽ നിന്നും കടമെടുത്ത് അങ്ങോട്ട് വെച്ചിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും മറിയാം ഇങ്ങനെയൊക്കെ എന്തിനാണ് പറയുന്നത്, പക്ഷെ പഴയ നിയമത്തിലെ വാക്യം അതുപോലെ അവിടെ എടുത്ത് ഉപയോഗിക്കുകയാണ്. എപ്പോഴാണ് എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ പെട്ടെന്ന് ഉണ്ടായ ഒരു ഗീതമാണല്ലോ മറിയാമിൻ്റെ ഗീതം.
നമ്മളെ മറിയാം പറഞ്ഞ എന്തെന്നാൽ, അവിടെ പറയുമ്പോൾ അത് 60% ശരിക്കും പഠിച്ചാൽ മനസ്സിലാകും, പഴയ നിയമത്തിലുള്ള ഉദ്ധരണികൾ എടുത്തവിടെ ഉപയോഗിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ കാലയളവിൽ ഈ മറിയാമിൻ്റെ വേദഭാഗം അല്ലെങ്കിൽ വേദപരിജ്ഞാനം നമ്മെ ഓർപ്പിക്കുന്നത്, നമുക്ക് വേദപുസ്തകം ധാരാളമുണ്ട്, പ്രസംഗങ്ങൾ ഇന്ന് ധാരാളമുണ്ട്, ക്ലാസ്സുകൾ പ്രത്യേകിച്ച് ടി വിയിലൊക്കെ ഇന്ന് ചാനൽസൊക്കെ ഇഷ്ടം പോലെ ബൈബിൾ ക്ലാസ്സുകൾ 24 hours തന്നുകൊണ്ടിരിക്കുമ്പോഴും വേദപരിജ്ഞാനം നമുക്ക് ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു സത്യമാണ്. അവിടെയാണ് മാതാവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത്രയും 12 വയസ്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ബാലിക വേദപുസ്തകം മുഴുവനും അന്നത്തെ ന്യായപ്രമാണം മുഴുവനും ഹൃദിസ്ഥമാക്കി എന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടതാണ്. തന്നെയുമല്ല, കർത്താവിനെയും അത് പഠിപ്പിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണല്ലോ 12 വയസ്സുള്ള ബാലൻ ദേവാലയത്തിൽ പോയി അന്നത്തെ വേദപണ്ഡിതന്മാരോടും ശാസ്ത്രിമാരോടുമൊക്കെ വാദിക്കുന്നതായിട്ട് നമ്മൾ അവിടെ കാണുന്നുണ്ട്. 12-ാം വയസ്സിലെ ആ സംഭവം നമുക്കറിയാമല്ലോ. ആയതിനാൽ മാതാപിതാക്കളായിട്ടുള്ളവരൊക്കെ കുഞ്ഞുങ്ങളെ ഇതൊരു മാതൃകയാക്കേണ്ടത് ആവശ്യമാണ്. മാതാവിനെക്കുറിച്ച് പഠിക്കുമ്പോൾ മാതാവ് ചെയ്ത കാര്യങ്ങൾ കൂടി ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. അത് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നത് നല്ലതായിരിക്കും. കേൾക്കുന്നതൊക്കെയും കേൾവിക്കാരെ പോലെയല്ല, പിന്നെയോ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ചു കൊണ്ടിരുന്നു എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ വിഷയം അങ്ങനെ ഇരിക്കുമ്പോൾ എലിസബത്തിൻ്റെ സന്ദർശനം കൂടി നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. എലിസബത്തിൻ്റെ ഗർഭവതിയാകുന്ന വാർത്ത അന്ന് ഇത്രയും കമ്മ്യൂണിക്കേഷനൊന്നും ലഭ്യമല്ലല്ലോ. അതും മാലാഖയിൽ നിന്നാണ് മാതാവ് മനസ്സിലാക്കുന്നത്. കേട്ട മാത്രയിൽ തന്നെ അവിടെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. എന്താണ് കൊടുത്തിട്ടുണ്ട്? തിടുക്കത്തിൽ, അല്ലേ? അവിടെ പറയുന്നുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് തിടുക്കത്തിൽ. ലൂക്കോസിന് സുവിശേഷം 1:39 വാക്യം, അവിടെ ആ ഭാഗത്തിൽ 1-ാം അധ്യായം മുഴുവൻ അതാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ പറയുന്നത് യഹൂദ്യ മലമ്പ്രദേശത്തുള്ള എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് അവൾ തിടുക്കത്തിൽ യാത്രയായി. 1:39, ലൂക്കോസ് 1:39. അത് കേട്ടപ്പോൾ തന്നെ അങ്ങ് ഓടുകയാണ്. എന്താണ്? മാതാവിനെ എലിസബത്തിനെ അറിയാൻ അവർ ചാർച്ചക്കാരാണ്. എലിസബത്ത് നല്ല പ്രായമുള്ള ഒരു അമ്മച്ചിയാണ്, ഒരു വലിയമ്മച്ചിയെ പോലെ ഒരു നല്ല പ്രായമുള്ള അമ്മച്ചിയാണ്. ഏകദേശം 80 വയസ്സിനൊക്കെ മുകളിൽ കാണുമല്ലോ. അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെയുള്ള ഗർഭവതിയാകുമ്പോഴുള്ള പ്രയാസം മാതാവിന് മനസ്സിലാക്കിക്കൊണ്ട് ഈ മലമ്പ്രദേശത്തു കൂടി തിടുക്കത്തിൽ നടന്നവിടെ ചെന്നെന്നുള്ളതാണ്, ഓടി അവിടെ ചെല്ലുന്നുള്ളതാണ്, ചെന്ന് അവിടെ ശുശ്രൂഷിച്ച് കഴിച്ചു എന്നുള്ളതാണ്. അവിടെ നമ്മൾ ഒത്തിരി മനസ്സിലാക്കേണ്ടതാണ്. പഴയ നിയമത്തിലെ കണ്ണിയും പുതിയ നിയമത്തിലെ കണ്ണിയും തമ്മിലുള്ളൊരു യോജിപ്പ് നമ്മൾ ഏതെങ്കിലുമൊക്കെ വായിച്ച് കേട്ട് പ്രസംഗം കേട്ടിട്ടുള്ളതാണ്. അവരുടെ ആ കൂടിക്കാഴ്ച ഒരു പ്രത്യേകതയാണ്. ഇത് 2-3 ആശയങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ഒന്ന്, ബന്ധുമിത്രാദികൾ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളവർ മറ്റുള്ളവർക്ക് ഒരാവശ്യം വരുമ്പോൾ അവരെ സഹായിക്കുവാനുള്ള മാതാവിൻ്റെ വ്യഗ്രത, അല്ലേ? ഈ ബാലിക അവിടെ ചെന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അറിഞ്ഞ മാത്രയിൽ തന്നെ, ദൈവത്തിൽ നിന്ന് അറിഞ്ഞ മാത്രയിൽ തന്നെ തിടുക്കത്തിൽ പോയി എന്നുള്ളതാണ്. മാതാവിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ ഒരു മാതൃക നമുക്കെയും സ്വായത്തമാക്കേണ്ടതാണ്. പലപ്പോഴും പല ന്യൂസുകളും നമ്മൾ അറിഞ്ഞാൽ ഇന്ന് നമ്മൾ ഉദാസീനതയിൽ ഇങ്ങനെ പോകുന്നത് കാണാം. പക്ഷേ അവിടെയും തിടുക്കത്തിൽ പോയി അവരുടെ അഭിവാദനങ്ങൾ, കൂടിക്കാഴ്ച വളരെ പ്രസക്തമാണ്. എന്തോ ഒരു സന്തോഷമുള്ള ഒരു കൂടിക്കാഴ്ചയാണ് അവിടെ നടത്തിയത്. അവർ തമ്മിൽ അവിടെ കെട്ടിപ്പിടിക്കുന്നു, അഭിവാദനങ്ങൾ കൊടുക്കുന്നു. അത് കണ്ടിട്ട് പിള്ളകൾ തമ്മിൽ സന്തോഷിക്കുന്നു, അല്ലേ? കുതിച്ച് ചാടിയെന്ന് എഴുതിയിരിക്കുന്നത്, കുതിച്ച് തുള്ളിയെന്ന് എഴുതിയിരിക്കുന്നത്. കർത്താവിൻ്റെ കണ്ടതുകൊണ്ടായിരിക്കാം യോഹന്നാൻ സ്നാപകൻ അവിടെ പിള്ള ഗർഭത്തിൽ തന്നെ കുതിച്ച് ചാടി, കുതിച്ച് തുള്ളി എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ മാതാക്കൾ തമ്മിലുള്ള സ്നേഹം കണ്ടുകൊണ്ടായിരിക്കാം. എന്തായിരുന്നാലും അവർക്ക് പോലും സന്തോഷം ഉളവാക്കുന്ന ഒരു കൂടിക്കാഴ്ച. നമ്മുടെ കൂടിക്കാഴ്ചകളും ഇതുപോലെ സന്തോഷമുള്ളതായി തീരട്ടെ. നമ്മുടെ കൂടിക്കാഴ്ചകൾ ഒത്തിരി അനുഗ്രഹപ്രദമായി തീരട്ടെ. വിട്ടുപിരിയാനാകാത്ത സ്നേഹത്തിൽ ഉള്ള അഭിവാദനങ്ങൾ കൊടുക്കുവാൻ നമുക്കിടയാകട്ടെ. യഥാർത്ഥത്തിൽ ക്രിസ്തീയ വിശ്വാസികൾ തമ്മിൽ കാണുമ്പോൾ സമാധാനമാണ് ആശംസിക്കേണ്ടത്. ഇപ്പോൾ ഹലോയും ഹായ് ഒക്കെ പറഞ്ഞുകൊണ്ട് പോകുന്ന രീതി മാറ്റി ഷ്ലോമോ ലക്കുൽ ഖൂൻ എന്നൊക്കെ സുറിയാനിയിൽ പറയുന്നത് പോലെ നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ,
മുസ്ലിങ്ങൾ തമ്മിൽ കാണുമ്പോൾ ഇപ്പോഴും അതുതന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് ആധുനിക സംസ്കാരത്തിൽ അതൊക്കെ മാറിപ്പോയി പോകട്ടെ. ഈ രണ്ടമ്മമാരുടെ കൂടിക്കാഴ്ചകളിൽ പരസ്പരം പുകഴ്ത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. മാതാവിന് എൻ്റെ കർത്താവിൻ്റെ മാതാവെന്ന് പോലും അവിടെ ആരെ വിളിക്കുന്നു? കൊച്ചു പൈതലിനെ അല്ലെങ്കിൽ ഒരു ബാലികയെ ഈ എലിസബത്ത് വിളിക്കുന്ന ഒരു വലിയ ആത്മീക ഉന്നതി. അവർ തമ്മിലുള്ള സ്നേഹബന്ധം, കൂടിക്കാഴ്ച, ഇതൊക്കെയും എടുത്ത് പറയേണ്ടതാണ്. അതിൻ്റെ പരിണിത ഫലമായിട്ട് കാണുന്നത് ഒരു സ്തോത്രഗാനത്തിലാണ് നിൽക്കുന്നത്. അതല്ലേ അവരുടെ കൂടിക്കാഴ്ച എവിടെയാണ് നിൽക്കുന്നത്? മറിയാമിൻ്റെ ഒരു സ്തോത്രഗാനത്തിൽ. അതിനെയാണല്ലോ പ്രസിദ്ധമായ മറിയാമിൻ്റെ പാട്ട് എന്ന് പറയും. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തോന്നുകയാണെന്ന് പറഞ്ഞിട്ട് കുതിച്ച് ചാടിക്കൊണ്ടാണ് കന്യാമറിയാം അവിടെ ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് അവിടെ സ്തുതിക്കുന്നത്. പ്രിയമുള്ളവരെ, മാതാവിൻ്റെയും എലിസബത്തിൻ്റെയും കൂടിക്കാഴ്ചയിലൂടെ രണ്ടുപേർ തമ്മിലുള്ള സ്നേഹബന്ധം, അതുപോലെ തന്നെ ശുശ്രൂഷിക്കാനുള്ള വ്യഗ്രത ഒക്കെ നമ്മളവിടെ മനസ്സിലാക്കേണ്ടതാണ്. അതിനുശേഷം മാതാവിൻ്റെ യേശുവിൻ്റെ ജനനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഓരോ സംഭവം ഇങ്ങനെ പറഞ്ഞു വരുന്നെന്ന് മാത്രമേ ഉള്ളൂ. തിരുപ്പിറവി അല്ലെങ്കിൽ യേശുക്രിസ്തുവിന് ജനനമെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമുള്ളതാണ്, അല്ലേ? ഹാപ്പി ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വളരെയധികം കാർഡുകളൊക്കെ, ഇന്നിപ്പോൾ കാർഡ് കുറവാണ്, മെസ്സേജുകളൊക്കെ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്, മെറി ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ മാതാവിന് ഒരു മെറി ക്രിസ്മസ് ആയിരുന്നു എന്ന് സംശയമാണ്, അല്ലേ? നമ്മൾ കൃപകളൊക്കെ പുൽത്തൊട്ടിയൊക്കെ ഉണ്ടാക്കുമെങ്കിലും മാതാവിന്, ജോസഫിന്, പാവം പിടിച്ച ജോസഫിനും സന്തോഷമുള്ളൊരു ക്രിസ്മസ് ഒന്നുമല്ലത്. എത്രമാത്രം കഷ്ടതയിലൂടെയാണ് മാതാവിൻ്റെ ആ ഒരു സമയമൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇത്രയും കഷ്ടത അനുഭവിച്ചൊരു മാതാവ് ലോകത്തിലുണ്ടായിട്ടില്ല. ജനനം ഞാൻ പറഞ്ഞല്ലോ, ഈ കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് അറിയിപ്പ് മുതൽ തുടങ്ങിയതാണ്. ഇവിടെ ആ സംഭവമൊക്കെ നമുക്ക് വിവരിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് അത് പറയാത്തത്. പക്ഷെ എന്നിരുന്നാലും അവിടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു കുഞ്ഞിനെ ജനിക്കുവാൻ പോലും സ്ഥലം ഇല്ലാതെ വണ്ണം അവിടെ ആ വലിയ പട്ടണത്തിൽ, ബേത്ലഹേം പട്ടണത്തിൽ ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുമ്പോൾ സ്വസ്ഥമായിട്ട് ജന്മം കൊടുക്കുവാൻ പോലും പറ്റാത്ത ഒരു അമ്മയപ്പന്മാർ. ഈ പാവപ്പെട്ട ജോസഫ് പൂർണ്ണഗർഭിണിയായ കന്യാമറിയാമിനെയും കൊണ്ട് സത്രം തോറും നടക്കുകയാണ്, എങ്ങും സ്ഥലമില്ല. അവസാനം കൽത്തൊട്ടി, പുൽത്തൊട്ടിയിൽ കണ്ടു, പശുത്തൊട്ടിയിൽ കിടത്തി എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. പലപ്പോഴും നമ്മളിന്ന് ക്രിസ്മസൊക്കെ വരുമ്പോൾ പള്ളികളിലൊക്കെ കാലിത്തൊഴുത്തൊക്കെ പണിഞ്ഞ് വെക്കുന്നത് കാണാം. അവിടെ കച്ചിയൊക്കെ വെച്ചിട്ട് യേശുക്രിസ്തുവിനെ അവിടെ കുറച്ച് പശുക്കളും ആടിനെയൊക്കെ വെച്ചിട്ട് കിടത്തുന്നത് കാണാം. യഥാർത്ഥത്തിൽ വേദപുസ്തകത്തിൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ പാട്ടിലൊക്കെ പാടി അങ്ങനെ സന്തോഷിച്ചങ്ങ് പോകുന്നതേ ഉള്ളൂ. അവിടെ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഓർപ്പിക്കുന്നത് കീറ്റുശീലകൾ, മറിയാം ശിശുവിനെ കീറ്റുശീലകൾ പൊതിഞ്ഞ് പശുത്തൊട്ടിയിൽ കിടത്തി എന്ന് മാത്രമേ ഉള്ളൂ. പലപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മൾ ചെറുപ്പം തൊട്ടേ കുഴപ്പമില്ല, അങ്ങനെ തന്നെ ഇരുന്നോട്ട്, ഒരു തൊഴുത്തിൽ കൊണ്ട് കിടത്തി എന്നൊക്കെ പറഞ്ഞ രീതിയിലാണ് വരുന്നത്. പൊതുവെ പാരമ്പര്യം പറയുന്നത് കന്നുകാലികൾക്ക് കുടിക്കുവാൻ വേണ്ടി കല്ലുകൊണ്ടുള്ള ഒരു കുഴിയുണ്ട്. നമ്മുടെ ഈ മാമോദിസ തൊട്ടി പറയുന്ന പ്രയാസമുണ്ടെങ്കിൽ അതുപോലെ അതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കും. ആ സ്ഥലത്തിൽ അവിടെയാണ്, ആ കൽത്തൊട്ടിയിലാണ് കിടത്തിയെന്നാണ് പാരമ്പര്യമൊക്കെ പറയുന്നത്. നമ്മളിന്നത് വേറൊരു ആഘോഷമായിട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ആഘോഷത്തിലൊക്കെ യേശു കുഞ്ഞുണ്ടോ എന്ന് സംശയമുണ്ടെന്ന് പലപ്പോഴും. പോട്ടെ, അത് വേറെ വിഷയമാണ്. നമ്മുടെ ക്രിസ്മസിൽ യേശു ഉണ്ടോ, നമ്മുടെ ആഘോഷങ്ങളിൽ ഉണ്ണിയേശു ഉണ്ടോ, നമ്മുടെ കൃപകളിൽ യേശു ഉണ്ടോ എന്നൊക്കെ സംശയമുണ്ട്. എന്തായാലും ശരി തന്നെ, പശുത്തൊട്ടിയിൽ അവിടെ കിടത്തി. അവിടെ വിവിധ തരം ആളുകൾ കടന്നു വരുന്നതായിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അവിടെ അങ്ങനെ ഒരു കുഞ്ഞിനെ ജനിക്കുവാൻ പറ്റാത്ത തരത്തിൽ, അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെപ്പോലും അങ്ങനെ കിടന്നിട്ടുണ്ടോ സംശയമാണ്. പക്ഷേ അവിടെ കിടക്കേണ്ടതായിട്ട് വന്നു ലോകരക്ഷകൻ. മറിയാം ചിന്തിച്ച് കാണും, ദൈവമേ, നീ എന്നെയും ഈ ലോകത്തെയും ഒക്കെ സൃഷ്ടിച്ചുവെങ്കിലും എൻ്റെ കുഞ്ഞിന് ജനിക്കുവാൻ, അല്ലെങ്കിൽ നിനക്ക് ജനിക്കുവാൻ ഒരു സ്ഥലമില്ലാതെ പോയല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഗതികേട് വന്നല്ലോ എന്നൊക്കെയും ചിന്തിക്കാൻ സാധ്യത കുറവാണ്. കാരണം അത്രമാത്രം ഉന്നതമായ ആത്മീക നിർവൃതിയിൽ ഉന്നതിയിലുള്ള ആളാണ് കന്യകമറിയാം. നമുക്ക് പലപ്പോഴും ചിന്തിക്കുവാനിടയാകും. അങ്ങനെ കഷ്ടപ്പെട്ട് യേശുക്രിസ്തുവിനെ അവിടെ യേശുക്രിസ്തു അവിടെ ജനിക്കുകയാണ്.
കുഞ്ഞിനെയും കൊണ്ട് വലിയ കാര്യത്തിൽ ആൺകുഞ്ഞാണ്, പരിച്ഛേദന 8-ാം ദിവസം നാമകരണം നടത്താനൊക്കെ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. വലിയ കാര്യത്തിൽ പള്ളിയിലോട്ട് കൊണ്ടുപോയതാണ്. അവിടെ ചെന്നപ്പോൾ നിൽക്കുന്നു ഒരപ്പച്ചനും ഒരമ്മച്ചിയും. എല്ലാവരുടെയും ആ പേരുകളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. ആരായിരുന്നു? വൃദ്ധനായ പടുവൃദ്ധനായ ശീമോനും ഹന്നായും. നല്ല വാക്കൊക്കെ പറയുമെന്ന് വിചാരിച്ചതാണ്. യേശുക്രിസ്തുവിനെ കയ്യിലൊക്കെ എടുത്തു, താലോലിക്ക് ഉമ്മയൊക്കെ വെച്ചു. പക്ഷേ മറിയാമിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഈ കുഞ്ഞു നിമിത്തം നിനക്കൊരു സ്വസ്ഥത ഉണ്ടാകത്തില്ല, എൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും എന്ന് പറഞ്ഞു. നല്ല കാര്യമൊക്കെ പറഞ്ഞു. പക്ഷെ അവസാനം അങ്ങനെയും ഒരു വാക്ക് പറഞ്ഞതായിട്ട് നമ്മളവിടെ 2-ാം അധ്യായം, ലൂക്കോസ് 2-ാം അധ്യായം 34-35 വാക്യത്തിൽ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അവിടെയും ഒരു വ്യാകുലം. നമുക്കറിയാമല്ലോ, കത്തോലിക്ക സഭ മാതാവിന് ഒരു പേരുണ്ട്, എന്തുവാ? വ്യാകുല മാതാവ്. ഒരു കണക്കിന് ശരിയാണ്, എല്ലാം വ്യാകുലമാണ്. നമ്മൾ ദുഃഖവെള്ളിയാഴ്ചയിൽ ഹൃദയസ്പർക്കായ ഒരു പ്രാർത്ഥനയുണ്ട്, അല്ലേ? നമ്മുടെ ഈ പ്രദക്ഷിണത്തിൽ ആൻറ്റി ക്ലോക്ക് വൈസ് പ്രദക്ഷിണമുണ്ടല്ലോ, അവിടെ പറയുന്നുണ്ട്, ഒരു പ്രാവിനെ പോലെ കുറിക്കരയോ അയ്യോ എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ മാത്രമേ ഉള്ളൂ നമ്മൾ ആരാധനയിൽ അയ്യോ എന്ന് വിളിക്കുന്നത്. വേറെ അങ്ങനെ വിളിക്കുന്നത് അയ്യോ നിഷേധികളായ എന്ന് പറയുന്നുണ്ട്. അവിടെയൊക്കെ വ്യാകുല മാതാവിനെ നമ്മൾ കാണുന്നത്. വ്യാകുലം നിറഞ്ഞ അനുഭവങ്ങൾ എവിടെ കൊണ്ടുപോയാലും ഇതെല്ലാം പ്രശ്നം. കർത്താവിനെ കൊണ്ട് ആദ്യമായിട്ട് ദേവാലയത്തിൽ ചെന്നപ്പോൾ അവിടെ ഒരു പ്രവാചകി എന്ന് വേണമെങ്കിൽ പറയാം, ഹനുവലും അവിടെ പറയുന്നുണ്ട്, ഹന്നായും അവിടെ മനസ്സിലാക്കുന്നുണ്ട്. ശിമിയോൻ എന്ന വൃദ്ധൻ, ഈ വൃദ്ധൻ ആരെ കാണാൻ വേണ്ടി ഇരുന്നതാ? യേശു കുഞ്ഞിനെ കാണാൻ വേണ്ടി ഇങ്ങനെ പടുവൃദ്ധനായി ഇരുന്ന യേശുക്രിസ്തുവിനെ കണ്ടതിന് ശേഷമാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹം പ്രാർത്ഥനയിൽ അവിടെ അത് പറയുന്നതുമുണ്ട്. ലൂക്കോസിന് സുവിശേഷം 34-35 വാക്യത്തിലൊക്കെ അത് വളരെ ഭംഗിയായിട്ട് അത് പറയുന്നുണ്ട്. രക്ഷയെ കണ്ടുവല്ലോ എന്നൊക്കെയും അവിടെ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതിനുശേഷവും നോക്കിയാലും മൊത്തം വ്യാകുലം നിറഞ്ഞ ദുഃഖം നിറഞ്ഞ ജീവിതമാണ് യേശുക്രിസ്തുവിലൂടെ, അല്ലെങ്കിൽ യേശുക്രിസ്തു നിമിത്തം, രക്ഷകൻ നിമിത്തം തൻ്റെ മാതാവിന് സന്തോഷമുണ്ടെങ്കിലും അത് ആത്മീകമായി മാതാവ് സന്തോഷിക്കുന്നു. ലോകപ്രകാരം ചിന്തിക്കുമ്പോൾ ഒരുപാട് കഷ്ടതകളും പ്രയാസങ്ങളും മാതാവ് അനുഭവിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പുത്രന് ഈ ജനനത്തിലൂടെ ലഭിച്ചത് നമ്മൾ മനസ്സിലാക്കണം. തൻ്റെ ശരീരം, മാതാവിൻ്റെ ശരീരം, ദൈവം കൊടുത്ത ശരീരമാണെങ്കിലും മാതാവിൽ നിന്നാണല്ലോ പരിശുദ്ധ റൂഹായുടെ ശരീരം പ്രാപിച്ചത്. നമ്മിന്ന് കാണുന്ന യേശുക്രിസ്തുവിൻ്റെ രൂപം അത് മൈക്കലാഞ്ചലോ വരച്ചെന്നൊക്കെ വിശ്വസിക്കുന്നു. ഈ രൂപം മാതാവിൽ നിന്ന് ലഭിച്ചു എന്നതിൽ നമുക്ക് സന്തോഷിക്കാം. അത് കൊടുക്കുവാൻ തക്കതിന്മണ്ണം ദൈവം തിരുമനസ്സായി. ഇത്രമാത്രം ന്യൂനതയില്ലാത്ത കന്യകാത്വം നിറഞ്ഞ ജീവിതം ഉള്ള മാതാവിനെയാണ് ഒരു കൂട്ടർ മുട്ടത്തോടെന്നും അതുപോലെ തന്നെ ഇത് വിത്തുവട്ടി എന്നൊക്കെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ പറയുന്നത് കേൾക്കുന്നില്ല. വിത്ത് വട്ടിക്കകത്താണല്ലോ വിത്ത് വിതയ്ക്കുന്നത്. വിത്തിനാണ് പ്രാധാന്യം, ഈ വട്ടിക്ക് പ്രാധാന്യമില്ല. വിത്ത് വഹിച്ചിരിക്കുന്ന കൊട്ടയ്ക്ക് പ്രാധാന്യമില്ല. വെള്ളത്തിനാണ് പ്രാധാന്യം, പൈപ്പിനില്ല, അല്ലേ? മുട്ടയ്ക്കകത്തെ വെള്ളക്കരുവും മഞ്ഞക്കരുവും അല്ലെങ്കിൽ കോഴിക്കുഞ്ഞിനാണ് പ്രാധാന്യം, മുട്ടത്തോടിനല്ല. മുട്ടത്തോടാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ മാതാവിൻ്റെ ഈ കാര്യങ്ങളൊക്കെയും നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ് എന്നത് പ്രത്യേകിച്ച് ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് മാതാവിൻ്റെ, ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ, യേശുക്രിസ്തുവിൽ നമ്മൾ കാണുന്ന ആളത്വം, അതുപോലെ ദിവ്യത്വവും എല്ലാ ആത്മീയതയും ഒക്കെ മറിയാമിൽ നിന്ന് സാംശീകരിച്ചു നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട്. പ്രത്യേകിച്ച് മാതാവിൽ നിന്ന് സാംശീകരിക്കുന്നതാണല്ലോ കൂടുതലും, മാതാവിൽ നിന്നാണ് സാംശീകരിക്കുന്നത്, നമുക്കെല്ലാവർക്കും അറിയാം. ഇനിയും ഒരു പ്രശ്നമുള്ളത് അവിടേക്ക് അത്ര ഇരിക്കുന്നോട്ടെ, മാതാവിൻ്റെ നിത്യ കന്യകത്വം. അതാണ് ഒരു വലിയ പ്രശ്നമായിട്ടുണ്ടാകുന്നത്. മാതാവിനെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കന്യക മാതാവെന്നാണ് നമ്മൾ പറയുന്നത്, ഇല്ലയോ? കന്യക മറിയം. നമുക്ക് വെറും മറിയം എന്ന് പറഞ്ഞാൽ, സെൻറ്റ് മേരി എന്ന് പറയുന്നതിനേക്കാൾ നമുക്കിഷ്ടം മലയാളത്തിൽ കന്യക മറിയം എന്ന് പറയുന്ന ഇഷ്ടം കൂടുതലും, അല്ലേ? നമുക്കറിയാം. മറിയാം എന്ന് പറയത്തില്ല, ഒരിക്കലും പറയാം കന്യക മറിയാം. കന്യക എന്ന് ചേർക്കുമ്പോൾ മാത്രമേ നമുക്കതിൽ പറയുന്നതിൽ സന്തോഷമുള്ളൂ. മാതാവിൻ്റെ കന്യകത്വത്തെപ്പറ്റി ഇന്ന് ധാരാളം ചോദ്യങ്ങൾ പലപ്പോഴും കേൾക്കാറുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഉത്തരം കൊടുക്കുവാനായിട്ട് നമുക്ക് മനസ്സിലാക്കണം. ഒരു വാക്യം അതിന് ഉപോത്ബലകമായിട്ട് അക്കൂട്ടർ പറയുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം
1-ാം അധ്യായം 25-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 25. ആദിജാതനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. അതാണ് ഒരു വലിയ പ്രശ്നമുള്ള വാക്യമാണ്. ആദ്യജാതനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിക്കും. നമ്മളിത് കേട്ടിട്ടുള്ളതാണെങ്കിലും ഒന്ന് പഠിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം അവർ പറയാം. അതിനുശേഷം കന്യകമറിയാം യൗസേപ്പിൻ്റെ ഭാര്യയായിട്ട് ജീവിച്ചു. പിന്നെ ഒത്തിരി പിള്ളേരൊക്കെ ഉണ്ടായി. തന്നെയുമല്ല, ചിലയിടത്തൊക്കെ പറയുന്നുണ്ട് അവൻ്റെ സഹോദരന്മാർ, കർത്താവിൻ്റെ സഹോദരന്മാരെക്കുറിച്ചൊക്കെ പലയിടത്തും ഓർപ്പിക്കുന്നുണ്ട്. ഇവൻ്റെ പിതാവിനെ നമുക്കറിയാം, ഇവൻ്റെ സഹോദരങ്ങളെ നമുക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. വേദപുസ്തകത്തിൽ അതിന് 100% തെളിവ് കൊടുക്കാനൊന്നും പറ്റുകയില്ല. പക്ഷേ വേദപുസ്തകത്തിൻ്റെ ഒരു ഫ്രേസാണ് വരെ വരെ എന്നുള്ളത്. പൗലോസ് ശ്ലീഹായുടെ അന്നത്തെ ഒരു ഫ്രേസ് ഉണ്ടായിരുന്നു, ഞാൻ വരുന്നത് വരെ. നമുക്കറിയാം മലയാളത്തിൽ പഴയ ഒരു ഫ്രേസുണ്ട്, വരെ വരെ എന്നൊരു ഫ്രേസ് ഉണ്ടായിരുന്നു. അടുത്ത കാലത്തൊക്കെ കേൾക്കുമല്ലോ, ഒരാളെ മരിക്കുന്നത് വരെ എന്നൊക്കെ പറഞ്ഞ് തൂക്കിക്കൊല്ലാനൊക്കെ പറയുമ്പോൾ അങ്ങനെ പറയണം. അതിനുശേഷം തൂക്കിക്കൊല്ലാമെന്നില്ലല്ലോ, മരിക്കുന്നത് വരെ, അതിനുശേഷം അങ്ങനെയില്ല. അപ്പം അതുകൊണ്ട് മലയാളത്തിലൊരു ഫ്രേസ് എന്ന് മാത്രം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ശരി. അപ്പോൾ മാതാവിൻ്റെ കന്യകത്വത്തെക്കുറിച്ച് ഒരു നല്ല വാക്യം എഴുതാൻ വേണ്ടി ഒരു പുതിയ വാക്യം പറയുന്നു. യഹസ്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം യഹസ്കിയേൽ 44:2. അതൊരു പ്രവചനമാണ്. മാതാവിനെക്കുറിച്ചുള്ള ഒരു പ്രവചനമായിട്ട് നമ്മളതിനെ മനസ്സിലാക്കുന്നു. മാതാവിനെക്കുറിച്ചുള്ള പ്രവചനമാണ്. ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം, ആരും അതിൽ കൂടി ഇനി കടക്കരുത്. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അതിൽ കൂടി അകത്ത് കടന്നതുകൊണ്ട് അത് അടച്ചിരിക്കണം. മാതാവിനെക്കുറിച്ച് പറയുന്ന ഒരു പഴയ നിയമ പ്രവചനമായിട്ടാണ് പിതാക്കന്മാർ നമുക്ക് തരുന്നത്. യേശു ക്രിസ്തു ജനിച്ചതുകൊണ്ട് ഈ വാതിൽ ഇനി തുറക്കണ്ട. അതാണ് അതിൻ്റെ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. യഹസ്കിയേൽ പ്രവചനം 44:2. ദേവാലയത്തെക്കുറിച്ച് പഠിക്കുമ്പോഴും ഞാനൊരു പ്രാവശ്യം ഇവിടെ ദേവാലയത്തെക്കുറിച്ച് ക്ലാസ് എടുത്തിരുന്നു. ഓർത്തഡോക്സ് സഭകളുടെ ദേവാലയത്തിൻ്റെ കിഴക്ക് ഭിത്തിയിൽ വാതിൽ കാണുകയില്ല. ശ്രദ്ധിച്ചാൽ അറിയാം, വാതിലില്ല. അവിടെ ചില ഹോൾസ് പിന്നെ പ്രകാശം കയറത്തക്കതിന് വണ്ണം ഉള്ള സംവിധാനമേ ഉള്ളൂ. അതും ഈ വാക്യവുമായിട്ട് ഏകദേശം ബന്ധപ്പെടുത്തിയാണ്. പ്രിയമുള്ളവരെ, കന്യകമറിയാമിനെക്കുറിച്ച്, തൻ്റെ കന്യകത്വത്തെക്കുറിച്ച് ഏറ്റവും ആധികാരികമായിട്ട് പറയുവാനുള്ളൊരു പ്രവചന പുസ്തകം യഹസ്കിയേൽ പ്രവചനം 44:2 ആണ്. ഈ ആദിജാതനെ പ്രസവിക്കുന്നത് വരെ, ആദിജാതൻ അത് ഒരു ഫ്രേസ് എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാലും, അന്നത്തെ രീതിയിൽ ഒരു ഭാഷ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. കന്യകമറിയാമിന് വേറെ മക്കളുണ്ടായിരുന്നു വേദപുസ്തകത്തിലെങ്ങുമില്ല. ഒരു പുസ്തകത്തിലും, പ്രത്യേകിച്ച് അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ മാതാവിനെക്കുറിച്ച് നല്ല സാക്ഷ്യമുള്ള ശരിക്കും വിവരിക്കുന്ന ഗ്രന്ഥമാണ് ദ ഗോസ്പൽ ഓഫ് ജെയിംസ് എന്ന് പറയുന്നത്. യാക്കോബിൻ്റെ സുവിശേഷം, അതിലും ഇതിനെക്കുറിച്ച് രേഖകളൊന്നും തന്നെയില്ല, വേദപുസ്തകത്തിലുമില്ല. സഹോദരങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്. അപ്പൻ്റെയും അമ്മയുടെയും അല്ലെങ്കിൽ ജ്യേഷ്ഠനീയന്മാരുടെ മക്കളെ സഹോദരങ്ങളെന്ന് വിളിക്കുന്നു. അത്തരത്തിൽ മാത്രം നമ്മളതിനെ വേദപുസ്തക ഭാഷയിൽ അതിനെ കണ്ടാൽ മതി എന്നതാണ് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. പ്രിയമുള്ളവരെ, പിന്നീട് പറയുന്ന ഒരു പ്രശ്നം, കർത്താവ് പോലും മാതാവിനെ കൂടുതൽ ബഹുമാനിച്ചിരുന്ന, ഒരു സാധാരണ ആളുകളെ ബഹുമാനമേ കൊടുത്തിരുന്നുള്ളൂ. പിന്നെ നമ്മളെന്തിനാണ് കൂടുതൽ ബഹുമാനം കൊടുക്കുന്നത്? അതൊക്കെ ചുമ്മാ അത് പറയുന്നതാണ്. അതിന് പറയുന്നത്, സ്ത്രീയെ വാക്യെന്തുവാ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്. ഞാൻ അതിനെക്കുറിച്ച് ഇവിടെ തന്നെ ക്ലാസ് എടുത്തിട്ടുണ്ട്. വേദപുസ്തകവും പാരമ്പര്യവും അതിനെക്കുറിച്ചിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. വേദപുസ്തകത്തിൽ നമ്മുടെ വേദപുസ്തക പരിഭാഷ, അതിന് ഒരു വാക്യം പറഞ്ഞു തീർക്കട്ടെ. നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം BSI ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ബൈബിളാണ്. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന മലയാളിയല്ല, പിന്നെ ആരാണ്? സാഹിബാണ്, ബെയ്ലി സാഹിബ്, മുണ്ടട്ട് സാഹിബ്, അവരൊക്കെ ചെയ്തതാണ്. മലയാളി അല്ല ചെയ്തിരിക്കുന്നത്. തന്നെയുമല്ല, കഴിഞ്ഞ നൂറ്റാണ്ടിൽ മലയാള ഭാഷ ഇത്രയും സമ്പുഷ്ടമായിരുന്നില്ല. മലയാള ഭാഷയുടെ ഇപ്പോഴും സമ്പുഷ്ടമല്ല മലയാള ഭാഷ, എല്ലാത്തിനും വാക്കുകളൊന്നുമില്ല. നമ്മൾ യേശുക്രിസ്തുവിനെ അല്ലെങ്കിൽ ദൈവത്തെ വിളിക്കുന്നത് നീ എന്നാണ്, അല്ലേ? ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. അതിൻ്റെ അർത്ഥം എന്തുവാ? ഓടാ എടാ, ആ വാക്കല്ലല്ലോ. നീ പോ, ആ വാക്കല്ല കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ബഹുമാനത്തോടു കൂടിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ദൈവമേ
നീ പരിശുദ്ധൻ. നമുക്കറിയാമല്ലോ, തമിഴിലൊക്കെ അമ്മമാരെ നീ എന്നാണ് വിളിക്കുന്നത്, നീങ്കവ എന്നൊക്കെ പറയും. അപ്പോൾ അവിടെ വിളിക്കുന്ന അമ്മയെ വിളിക്കുന്ന നീ എന്ന് പറയുന്നതും ഒരു ധിക്കാരത്തോടെ നീ എന്ന് വിളിക്കുന്നതിനും അർത്ഥത്തിൽ ചൂടിൽ വ്യത്യാസമുണ്ട്. അത് മാത്രം ഓർത്താൽ മതി. ഭാഷ സമ്പുഷ്ടമാകാത്തത് കൊണ്ടാണ് അവിടെ സ്ത്രീയെ എന്നൊരു വാക്ക് അവിടെ കൊടുത്തിരിക്കുന്നത്. എനിക്കും നിനക്കും തമ്മിലെന്ത്. പലയിടത്തും വേദപുസ്തകത്തിൽ സ്ത്രീ എന്ന വാക്ക് കൊടുത്തിട്ടുണ്ട്. ഭവതി എന്നതിന് പോലും കൊടുക്കാനൊക്കാത്തൊരു വാക്കാണ് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നത്. ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന മഗൂനി എന്നൊരു വാക്കാണ്, മഗൂനി. അത് കൊടുത്തിരിക്കുന്ന ഒരു സ്ത്രീക്ക് കൊടുക്കാമാവുന്ന ഏറ്റവും ബഹുമാനമുള്ള വേദപുസ്തകം എഴുതിയത് ഏത് ഭാഷയിലാണ്? പുതിയ നിയമം എഴുതിയത് ഗ്രീക്ക് ഭാഷ, അറിയാമല്ലോ. പഴയ നിയമം എഴുതിയത് എബ്രായ ഭാഷ. കർത്താവിൻ്റെ സംസാര ഭാഷ അറാമായ ഭാഷ, അല്ലെങ്കിൽ സുറിയാനി എന്ന് പറയാം. അപ്പം ആ ഭാഷയിൽ നമ്മൾ പഠിക്കുമ്പോഴാണല്ലോ വേദപുസ്തകം ശരിക്കും നോക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ യഥാർത്ഥ അർത്ഥം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ മലയാളത്തിലെ ആ പരിഭാഷ കേട്ടുകൊണ്ട് നമ്മൾ മാതാവിനെ തള്ളിപ്പറയുവാൻ ഇടയാകരുത്. സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിലെന്ത് എന്ന വാക്കിൻ്റെ അർത്ഥം പള്ളിയിലൊക്കെ നമ്മൾ പ്രസംഗിച്ച് കേട്ടിട്ടുള്ളതായിരിക്കും, ഓർത്തഡോക്സ് പള്ളികളിലൊക്കെ. അതിന് നമുക്ക് എന്ത് എന്നൊരു വാക്യമാണ് അവിടെ, അർത്ഥത്തിലാണ് കർത്താവ് അവിടെ പറയുന്നത് എന്നതും കൂടി പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കേണ്ടതാണ്. മഗൂനി എഴുതുന്നവർക്ക് വേണ്ടി എഴുതാം, ഗ്രീക്ക് വാക്കാണത്. കർത്താവ് അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് അപ്രകാരമാണെന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മൾ ഇവിടെ ഓർക്കേണ്ടതാണ്. മാതാവിനെക്കുറിച്ച് കൂടുതലായിട്ട് ഒത്തിരി പറയാനുണ്ട്. ഒന്ന് രണ്ട് പേരെക്കുറിച്ച് ഓർക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗം അവിടെ തൽക്കാലം നിർത്തുകയാണ്. മാതാവിനെക്കുറിച്ച് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ആദിമ സഭയിലും ആദ്യം ഓർപ്പിച്ചതുപോലെ മാതാവിന് ഉന്നതമായ സ്ഥാനം കൊടുക്കുന്നു. നമ്മളും അതുകൊണ്ട് മാതാവിന് ഉന്നതമായ സ്ഥാനം കൊടുത്തുകൊണ്ട് ഇന്ന് മുന്നേറുന്നു. ഏറ്റവും ദൈവമാതാവിനെ തിരഞ്ഞെടുക്കുവാനുള്ള കാരണം ജീവിത വിശുദ്ധി, വിനയം, താഴ്മ, സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ, കൃപ നിറഞ്ഞവൾ, നിറയാനുള്ളവരല്ല, പിന്നെയോ നിറഞ്ഞ് കവിഞ്ഞവളാണ്. കൃപ നിറഞ്ഞ് കവിഞ്ഞതാണ്. ആ നിറഞ്ഞവളിലാണ് ആര് വന്ന് ജനിക്കുന്നത്? യേശു ജനിക്കുന്നത്. പ്രിയമുള്ളവർ, യേശു ക്രിസ്മസിലൂടെ നമ്മിലും ജനിക്കണം. വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ നമ്മിലും ഉണ്ടാകണം, വരണം. അതൊക്കെ വരണമെങ്കിൽ എന്ന് നിറയണം? കൃപ നിറയണം. അതൊക്കെയാണ് നമ്മൾ ഇതിലൂടെ പഠിച്ചത്. വിനയത്തിൻ്റെ പ്രതീകം, വിശ്വാസത്തിൻ്റെ ഉദാത്ത മാതൃകയാണ് പരിപൂർണ വിശ്വാസം. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, ദൈവത്തിൽ അടിയർച്ച വിശ്വാസം, അതൊക്കെയാണ് മാതാവിനെ തിരഞ്ഞെടുക്കുവാനുള്ള കാരണം. തിരുവെഴുത്തിലുള്ള അഗാധ പാണ്ഡിത്യം, അതിനെക്കുറിച്ച് നമ്മൾ ഓർക്കുകയുണ്ടായി. വേദപുസ്തകം അല്ലെങ്കിൽ ന്യായപ്രമാണത്തിലുള്ള അഗാധമായ പാണ്ഡിത്യം, അത് കേട്ടുകേൾവിയിലൂടെ വായിച്ച് മാത്രം അറിഞ്ഞിട്ടുള്ളതല്ല, കേട്ടുകേൾവിയിലൂടെ വചനഘോഷണത്തിലൂടെ ഒക്കെ കേട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. മാതാപിതാക്കളിലൂടെ മനസ്സിലാക്കി, സഭയിലൂടെ അത് മനസ്സിലാക്കി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാതാവ് നമ്മോട് ഉപദേശിക്കുന്ന ഒറ്റ വാക്യം കൂടി പറഞ്ഞു നിർത്തുകയാണ്. മാതാവ് നമുക്ക് ഇന്ന് നമ്മോട് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. കാനാവിലെ കല്യാണത്തിലൊരു കാര്യം പറഞ്ഞു. എന്തുവായിരുന്നു? അവനെന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങളത് ചെയ്യുക, വേറൊന്നും ചെയ്യേണ്ട. മാതാവിൻ്റെ നമുക്ക് തരാനുള്ള, സഭയ്ക്ക് തരാനുള്ള, ഇന്ന് ഇവിടെ ഇരിക്കുന്നവർക്ക്, ഇത് കേൾക്കുന്നവർക്ക് നൽകുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സുവിശേഷം യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യം. അവനെന്തെങ്കിലും നിങ്ങളോട് എന്ത് കൽപ്പിച്ചാലും നിങ്ങളത് ചെയ്യണം. പ്രിയമുള്ളവർ, അവിടെ ഉണ്ടായിരുന്ന ആളുകൾ കൽഭരണികളിൽ വെള്ളം നിറച്ചു, അത്ഭുതമുണ്ടായി, കൽപ്പിച്ചതൊക്കെയും ചെയ്തു. അത് പൂർണ്ണമായി അനുസരിച്ചതിലൂടെ വലിയ അത്ഭുതം അവിടെ ഉണ്ടായി. 2:5 യോഹന്നാൻ. പ്രിയമുള്ളവർ, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അത് ചെയ്യുവിൻ. പ്രിയമുള്ളവരെ, മാതാവിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ ബുധനാഴ്ച ദിവസം മാതാവിനെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് മുന്നേറുന്ന ഈ ദിവസം, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങളത് ചെയ്യുവിൻ. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മോട് പലതും കൽപ്പിക്കുന്നുണ്ട്. ദൈവവചനഘോഷണത്തിലൂടെ, ഈ ഖബറിലേക്ക് വരുന്നതിലൂടെ, ഈ ദേവാലയത്തിൽ നമ്മളിപ്പോൾ ഇരിക്കുന്നതിലൂടെ, വചന കേൾവികളിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ, കുദാശകളിലൂടെ പല കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. ആ കേൾക്കുന്നതൊക്കെയും ദൈവത്തിൻ്റെ കൽപ്പനയായിട്ട് മനസ്സിലാക്കുവാനും അത് പരിപൂർണമായി അനുസരിച്ചാൽ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും കൂടുതലായിട്ട് നമ്മളുണ്ടാകും. മാതാവിൻ്റെ മധ്യസ്ഥത നമുക്കതിന് കാവലും കോട്ടയുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, താങ്കൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സർവശക്തനായ ദൈവം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.